കാർഷിക മൃഗസംരക്ഷണ മേഖലകൾക്ക് മുൻഗണന നൽകി ഇരിക്കൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 16,43,20,206 രൂപ വരവും 14,27,32,690 രൂപ ചിലവും 2,15,87,516 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് MO ശ്രീജ അവതരിപ്പിച്ചു. പച്ചക്കറി കൃഷി വികസനം, നെൽകൃഷി വികസനം, വാഴകൃഷി വികസനം, തെങ്ങ് കൃഷി വികസനം, ഇടവിള കൃഷി വ്യാപനം, സമഗ്ര നെൽകൃഷി വികസനം, കുറ്റിക്കുരുമുളക് തൈ വിതരണം, ഫലവൃക്ഷത്തൈ വിതരണം, സ്ഥാപനങ്ങൾക്ക് മൺചട്ടി വിതരണം, രോഗബാധിത തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയത് നടൽ, മനുഷ്യജീവി സംഘർഷരഹിത പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി 22.23 ലക്ഷം രൂപ നീക്കിവെച്ചു. മൃഗസംരക്ഷണ മേഖലയിൽ കന്നുകാലികൾക്ക് കാലിത്തീറ്റ, കറവപ്പശു വിതരണം, ആട് വിതരണം, കോഴിയും കൂടും പദ്ധതി എന്നിവയ്ക്കായി 23 ലക്ഷം വകയിരുത്തി. ക്ഷീരകർഷകർക്ക് പാലിന് അധിക വില നൽകൽ, ക്ഷീരസംഘം മുഖേന കാലിത്തീറ്റ എന്നിവയ്ക്കായി 6.5 ലക്ഷം നീക്കിവെച്ചു. പാർപ്പിട പദ്ധതികൾക്കായി 89 ലക്ഷവും സാമൂഹിക നീതി വനിതാ വികസന പദ്ധതികൾക്കായി 28.5 ലക്ഷവും വകയിരുത്തി. ആരോഗ്യമേഖലയിൽ സ്വാന്തന പരിചരണ പരിരക്ഷ, ആരോഗ്യ ജാഗ്രത പ്രവർത്തനങ്ങൾ, അതിദരിദ്രർക്ക് മരുന്ന് വിതരണം, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് മരുന്ന്, ഫർണിച്ചർ വാങ്ങൽ, ഹോമിയോ ഡിസ്പെൻസറിക്ക് മരുന്ന് വാങ്ങൽ എന്നിവയ്ക്കായി 22 ലക്ഷം നീക്കിവെച്ചു. പട്ടികജാതി പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായം, പഠനോപകരണം, വിവിധ സ്കോളർഷിപ്പുകൾ, ലാപ്ടോപ്പ്, ലൈഫ് ഭവനം എന്നിവയ്ക്കായി 4.38 ലക്ഷം വകയിരുത്തി. വിദ്യാഭ്യാസം, കലാ, സാംസ്കാരികം, യുവജനക്ഷേമ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 10 ലക്ഷവും നീക്കിവെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ KK കുഞ്ഞിമായൻ, സൗദ ദാമിസ്, TC നസിയത്ത്, അംഗങ്ങളായ KK ഷഫീഖ്, AP ഷമീർ, ഷീബ പ്രമോദ്, KR അഫീദ, RP താഹിറ, BP നലീഫ, TP ആമിന, MV ജനാർദ്ദനൻ, C അനഖ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പരമാവധി വേഗതയിൽ എത്തിച്ചു കൊടുക്കുക, കാർഷിക മേഖലയിൽ പുത്തനുണർവ് സൃഷ്ടിക്കുക, വിഭവ പരിപാലനം ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാധാന്യം നൽകുക തുടങ്ങി സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ നയമെന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിന്റെ നേരിയ വർധനവും സംസ്ഥാന കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗ്രാന്റുകളും പ്ലാൻ ഫണ്ടുകളും ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും. പിന്നെ സർക്കാരിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന പദ്ധതികളും വെച്ചാണ് നമ്മുടെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാടിന്റെ വികസനപരമായ കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തി കാര്യങ്ങൾ ചെയ്യണമെന്ന് പഞ്ചായത്തിന് നിർബന്ധമുണ്ട്. നമ്മുടെ MP, MLA അതുപോലെ തന്നെ മറ്റേ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ഫണ്ടുകൾ സാധിപ്പിച്ചെടുത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്.